നിയോഗമുള്ളവനെ വെറുതെ എന്നാൽ നിയോഗമില്ലാത്തവനെ ദൈവം മൈൻഡ് പോലും ചെയ്യത്തില്ല. യൂദയുടെ പുറകെ എന്റെ ദൈവം പോയില്ല, കോരഹപുത്രന്മാരുടെ പുറകെ ദൈവം പോയില്ല, പലരുടെയും പുറകെ ദൈവം പോയില്ല. പക്ഷെ നിയോഗമുള്ളവരാരെങ്കിലും ദൈവസന്നിധി വിട്ട് പോയാലും, ദൈവത്തെ തള്ളി പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും, നിയോഗമുള്ളവനെ തേടി പോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് ഉറപ്പുള്ള നീ ലോകത്ത് എവിടെ പോയാലും അവിടെ എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്നെ അന്വേഷിച്ച് വരാനിടയാകും. നിനക്ക് ഒളിച്ചിരിക്കാൻ ഈ ലോകത്ത് ഒരിടവുമില്ല. നിന്നെ പത്മോസിനകത്ത് കൊണ്ടിട്ടാലും നിയോഗമുള്ള നിന്നെ തേടി വരുന്ന ദൈവം. നീ മരിച്ചു മണ്ണടിഞ്ഞ് നിന്റെ ബന്ധുക്കളെല്ലാം കൂടെ കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ടപ്പോഴും ലാസർ എന്ന നിയോഗമുള്ളവന് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ലാസറെ, നീ എന്റെ കൂടെ പന്തിയിലിരിക്കാൻ വിളിക്കപ്പെട്ടവനാണെങ്കിൽ ഏത് കല്ലറയ്ക്കകത്ത് 18 അടി ആഴത്തിനകത്ത് നിന്റെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുഴിച്ച് മൂടിയാലും, നീ മരിച്ച് 4 ദിവസമാണെങ്കിലും നിയോഗം നിന്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ, ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ കെട്ടഴിയും, നിന്റെ ശാപം പൊട്ടും. നാറ്റം വെച്ച് കിടക്കുന്ന നിന്റെ അവസ്ഥയിൽ നിന്നും നിയോഗമുള്ള നിന്നെ, വാഗ്ദത്തമുള്ള നിന്നെ, തിരഞ്ഞെടുപ്പുള്ള നിന്നെ, ഏത് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നും